നമസ്കാരം. CN ശ്രീകണ്ഠൻ നായരുടെ സാകേതം എന്ന നാടകത്തിൻ്റെ 2-ാം അംഗം. കൈകേയിയെ പ്രലോഭിപ്പിക്കുവാൻ വേണ്ടി മന്ദര പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. അയോധ്യയുടെ കിരീടം ഭരതനുള്ളതാണെന്നും രാമനെ യുവരാജാവാക്കുന്നത് ഗൂഢവൃത്തിയാണെന്നും നാളെ കൈകേയിയുടെ അവസ്ഥ എന്താകുമെന്നും മന്ദര പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭരതൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം കേട്ട് കൈകേയി പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. തുടർന്ന് അഭിഷേകം മുടക്കാനുള്ള മന്ദരയുടെ ഉപദേശവും കേട്ട് ദശരഥനെ നേരിടാനെത്തുന്നതായ കൈകേയി ആഭരണങ്ങൾ വലിച്ചു പറിച്ചെറിയുന്ന മുടിക്കെട്ടഴിച്ചു ചിതറിച്ച് രാക്ഷസീയമായ ഭാവത്തോടെ രംഗത്തേക്ക് കടന്നു വരികയാണ്. ദശരഥൻ ആഹ്ലാദ ഉന്മത്തനായിട്ട് നടന്നു വരുന്നു. കൈകേയി കിടക്കുന്നത് കണ്ട് രാജാവ് മഞ്ചത്തിൽ ചെന്നിരിക്കുകയാണ്. ദേവി, ഈ കെടാവിളക്കെന്തിനിങ്ങനെ കരുതിരി കത്തുവാൻ? കോസലാധിപൻ ഇതാ അരികത്തണഞ്ഞിരിക്കുന്നു. ആജ്ഞാപിക്കൂ ദേവി. ഇന്ന് നമുക്ക് ആഹ്ലാദത്തിൻ്റെ രാത്രിയാണ്. ജീവിതേശ്വരിയുമൊത്ത് ഉത്സവം കൊള്ളാൻ ഓടിയെത്തിയതാണ് ഈ തോഴൻ. വീണക്കമ്പികൾ മധുരമായി സല്ലപിക്കുന്നു. ഗ്രാമ്പുവിൻ്റെ ഗന്ധം ഉദ്യാനപാടിയിൽ നിന്ന് ഒഴുകി വരുന്നു. സങ്കോചത്തിൽ നനഞ്ഞ ഈ ചുണ്ടുകൾ എൻ്റെ അന്തരാത്മാവിനെ കോരിത്തരിപ്പിക്കുന്നു. പ്രിയ തൂനിലാവ് കുടിച്ച് മതിച്ച മാലതീ മൊട്ട് പോലെ വിടരൂ. ഇവിടെ പരിഭവിച്ചിരിക്കുന്ന കൈകേയിയെ ദശരഥൻ ആശ്വസിപ്പിക്കുകയാണ്. വീണക്കമ്പികൾ മധുരമായി സല്ലപിക്കുകയും ഗ്രാമ്പൂവിൻ്റെ ഗന്ധം ഉദ്യാനവാടിയിൽ നിന്ന് ഒഴുകി വരികയും ചെയ്യുമ്പോൾ സങ്കോചത്താൽ നനഞ്ഞ കൈകേയിയുടെ ചുണ്ടുകൾ കോരിത്തരിപ്പിക്കുന്നതിനാൽ തൂനിലാവ് കുടിച്ചു മതിച്ച മാലതീമൊട്ട് പോലെ വിടർന്ന് ഉല്ലാസവതിയാകാൻ അവളെ ദശരഥൻ ആവശ്യപ്പെടുകയാണ്. കൈകേയി മൗനമായിരിക്കുമ്പോൾ കുമ്പിട്ടിരുന്ന് കൈകേയിയുടെ മുഖം അടുപ്പിച്ചു പിടിച്ചിട്ട്, പ്രിയേ, ദേവിയുടെ പരിഭവം കേൾക്കാൻ നമുക്ക് ആർത്തിയാവുന്നു. ദേവി ആജ്ഞാപിച്ചാൽ 7 കടലും മുങ്ങി മുത്തെടുത്ത് ഈ കുളിർമാറിൽ ചാർത്തുമെന്ന് പറയുന്നു. കൈകേയി അപ്പോൾ, ഈ നിശാഗന്ധിയുടെ ഇതളുകൾ കൊഴിഞ്ഞു മഹാരാജൻ, ഇവളുടെ മധുപാത്രം ഒഴിഞ്ഞു. കോസലമന്നന്റെ മാറിൽ കിടന്ന ഈ സൗഗന്ധികം ഇനി അയോധ്യയുടെ നിരത്തുകളിൽ കഴുതകൾ ചവിട്ടിത്തേക്കും. ഈ ആത്മനിന്ദ ഭവതിക്ക് ചേർന്നതോ? കാലത്തിൻ്റെ പൊയ്കയിൽ പാതി വിടർന്ന താമര ജ്വാലയാണ് നീ. കിരീടങ്ങൾ നിന്നെ മോഹിച്ചുഴറി വീണൊടുങ്ങിയപ്പോൾ കോസലാധിപൻ മാത്രം എല്ലാം മറന്ന് ആ ജ്വാലയെ പുൽകി നിത്യനിർവൃതിയിൽ മയങ്ങി. ഹൃദയേശ്വരി, നാം സൗന്ദര്യത്തിൻ്റെ സ്വർഗം കണ്ടവനെന്ന് അഹങ്കരിക്കുന്നു. ആ ശ്രീകോവിലിൻ്റെ കവാടങ്ങൾ ഈ തീർത്ഥാടകന്റെ നേർക്ക് അടയ്ക്കരുതേ. നീയാണ് നമ്മുടെ ശക്തി, നമ്മുടെ ഇച്ഛയും നീ, നമ്മുടെ ധനവും സാമ്രാജ്യവും ഇഹപരങ്ങളും നീ. ആത്മവഞ്ചന അരുത് മഹാരാജൻ. സൂക്ഷിച്ചു നോക്കണം. ഈ കണ്ണിൻ്റെ തിളക്കം മങ്ങിയില്ലേ? ഈ കവിൾത്തടം ചുരുങ്ങിയില്ലേ? ഈ ആധരങ്ങൾ ഉണക്കമുന്തിരിക്കൊപ്പം നീരറ്റില്ലേ? ഇല്ല, ഇല്ല. ഈ കടക്കണ്ണിൻ്റെ മോഹാസ്ത്രത്തിൽ ഭുവനശക്തികൾ നിത്യമയക്കത്തിൽ ആണ്ടു നിൽക്കുന്നു. ആര്യപുത്ര, ഇവൾ ചിരിച്ചാൽ ഇനിയും അങ്ങയുടെ ആത്മശക്തി ഉണരുമോ? കൈകേയിയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് ദശരഥൻ പറയുകയാണ്, നമ്മുടെ ശക്തി അജയ്യമായി ഉണരും. 3 ലോകങ്ങളുടെയും ചെങ്കോൽ ഈ പാദാന്തികത്തിൽ നാം കാഴ്ചവെക്കും. സത്യമാണോ? ദേവിയേക്കാൾ വലിയ സത്യമെന്ത്? കൈകേയി അത്യന്തം വശ്യതയോട് പുഞ്ചിരി തൂകുകയാണ്, കുളിരണിയുകയാണ്. കാമപാരവശ്യത്തോടെ കൈകേയിയെ ദശരഥൻ ഉറ്റുനോക്കുന്നതും കാണാൻ സാധിക്കും. നീയാണ് നമ്മുടെ ശക്തി, നമ്മുടെ ഇച്ഛയും നീ, നമ്മുടെ ധനവും സാമ്രാജ്യവും ഇഹപരങ്ങളും നീ. ഇതിൻ്റെ സന്ദർഭം വ്യക്തമാക്കുക. ആഹ്ലാദത്തോടെ അണിയറയിൽ പ്രവേശിക്കുന്നതായിട്ടുള്ള ദശരഥ മഹാരാജാവ് അത് ആഹ്ലാദത്തിൻ്റെ രാത്രിയാണെന്നും ജീവിതേശ്വരി മൊത്ത ആഹ്ലാദം പങ്കിടാൻ താൻ വന്നതാണെന്നും സൂചിപ്പിക്കുമ്പോൾ താനാകുന്ന നിശാഗന്ധിയുടെ ഇതളുകൾ കൊഴിഞ്ഞുപോയെന്നും അവളുടെ മധുപാത്രം ഒഴിഞ്ഞു എന്നും കൈകേയി പരിഭവിക്കുകയാണ്. ദശരഥ മഹാരാജാവ് ഈ സമയത്ത് പറയുന്ന വാക്കുകളാണ്, കൈകേയിയാണ് ദശരഥൻ്റെ ശക്തിയും ഇച്ഛയും, ധനവും സാമ്രാജ്യവും ഇഹപരങ്ങളും ഇവൾ മാത്രമാണ്. ദശരഥ മഹാരാജാവിന് കൈകേയിയോടുള്ള ഇഷ്ടവും അടുപ്പവും എടുത്തു കാണിക്കുവാൻ വേണ്ടിയാണ് ഇപ്രകാരം പറയുന്നത് എന്നുകൂടി എഴുതണം.
ഓമനെ നക്ഷത്രപടലം ഉന്മത്തമായി നൃത്തം വയ്ക്കുന്നു. ഈ കോസല മന്നൻ ഒരു ഭിക്ഷാംദേഹിയായി നിൽക്കുന്നു. കൈകൈ മഞ്ചത്തിൽ നിന്ന് ഒരു വാൽക്കണ്ണാടി എടുത്തുകൊണ്ട് എഴുന്നേൽക്കുകയാണ്. അല്പനിമിഷം ആ കണ്ണാടിയിൽ ഉറ്റുനോക്കി തൻ്റെ സൗന്ദര്യത്തിലൊക്കെ തൃപ്തി വരുത്തിയിട്ട് ദശരഥനെ ശൃംഗാരമധുരമായിട്ട് കടക്കണ്ണുകൊണ്ടൊന്ന് നോക്കിയിട്ട് പറയുകയാണ്, ആര്യപുത്ര, പ്രേമപാരവശ്യത്തോടുകൂടി വിളിച്ചുകൊണ്ട്. കൈകയുടെ നീട്ടിയ കരം വികാരവിധുരനായി ഗ്രഹിച്ചുകൊണ്ട്, കബരീഭാരം അഴിച്ചിട്ട് അലസയായ രാത്രി നിന്നെ പോലെ നക്ഷത്രേശനെ മാടി വിളിക്കുന്നു. കൈകേയി അപ്പോൾ പറയാണ്, രാത്രി അവളുടെ സർവസ്വവും നക്ഷത്രേശനു നൽകി. നക്ഷത്രേശനോ അവൾ ഇച്ഛിച്ചതെല്ലാം പാരവശ്യത്തോടുകൂടി വാഗ്ദാനങ്ങളല്ലാതെ മറ്റെന്താണ് ആര്യപുത്രൻ ഇവൾക്ക് നൽകിയിട്ടുള്ളത്? പടകുടീരത്തിൽ ഉദ്യാനവാടിയിൽ നിത്യവും രാവിലെ എന്തെന്ത് വാഗ്ദാനങ്ങൾ ഇവൾക്ക് നൽകി? പാരവശ്യത്തോട് കൈകേയിയെ സമീപിച്ചുകൊണ്ട് ദശരഥൻ പറയുക, നീ നമ്മോടൊന്നും അർത്ഥിച്ചിട്ടില്ല. അർത്ഥിച്ചാൽ നൽകുമോ? നമ്മുടെ സമസ്തവും നൽകും. കണ്ണുകളടയുകയും മാറിടം ഉയർന്നു പൊങ്ങുകയും നെടുനിശ്വാസം ഉയരുകയും ചെയ്യുന്നു. സത്യമാണോ? സത്യം. ഈ കളിത്തോഴിയുടെ ശിരസിൽ തൊട്ട് സത്യം ചെയ്യൂ. അതീവ ദുർബലനായി കൈകേയിയുടെ ശിരസിൽ കൈവച്ച്, സത്യം സത്യം സത്യം, ഈ പൂമയാണ്, ഈ അധരക്കനിയാണ്, ഈ കുളിർനെറ്റിയിൽ മുത്തിട്ട മതജല ബിന്ദുക്കളാണ് സത്യം. മുട്ടുകുത്തി ദശരഥന്റെ കരം ഗ്രഹിച്ചുകൊണ്ട് ഊർധ്വമുഖിയായി നോക്കിക്കൊണ്ടും കൈകേയി വിളിക്കുകയാണ്, പ്രാണേശ, കൈകേയിക്ക് ഈ ഒരു വരം മാത്രം മതി. കൈകേയിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ചോദിച്ചുകൊള്ളൂ, കൗസല്യയുടെ പുത്രൻ നാളെ മുതൽ 14 സംവത്സരം കാട്ടിൽ പാർക്കണം. പെട്ടെന്ന് ദശരഥൻ നടുക്കത്തോടുകൂടി രാക്ഷസി എന്ന് വിളിക്കുകയാണ്, ഞെട്ടുകയാണ്. ഇവിടെ ആഹ്ലാദത്തോടെയും ആവേശത്തോടെയും അണിയറയിൽ പ്രവേശിച്ച ദശരഥ മഹാരാജാവിനെ കോപത്തോടും പരിഭവത്തോടും കൂടിയാണ് കൈകേയി നേരിടുന്നത്. ഇവൾ ഇതിൽ കൊഴിഞ്ഞ നിശാഗന്ധിയാണെന്നും തൻ്റെ മധുപാത്രം ഒഴിഞ്ഞുപോയെന്നും കോസലമന്നൻ്റെ മാറിൽ കിടന്ന് അവളാവുന്ന സൗഗന്ധികം നാളെ അയോധ്യയുടെ നിരത്തുകളിൽ കഴുതുകൾ ചവിട്ടിത്തേക്കുമെന്നും ഒക്കെ പരിഭവം പറയുന്നു. ആത്മനിന്ദ അരുതെന്നും കാലത്തിൻ്റെ പൊയ്കയിൽ പാതി വിടർന്ന താമരജ്വാലയാണ് അവളെന്നും കിരീടങ്ങൾ അവളെ മോഹിച്ചുഴറി വീണപ്പോൾ താൻ മാത്രം എല്ലാം മറന്ന ജ്വാലയെ പുൽകി നിർവൃതിയിൽ മയങ്ങി എന്നും രാജാവ് പറയുമ്പോൾ സൗന്ദര്യത്തിൻ്റെ സ്വർഗം കണ്ടവനെന്ന് താൻ അഹങ്കരിക്കുന്നു എന്നും പറയുന്നുണ്ട്. ആ ശ്രീകോവിലിൻ്റെ കവാടങ്ങളെ തൻ്റെ നിറക്ക് അടയ്ക്കരുതെന്നും പറഞ്ഞ് ദശരഥൻ കൈകേയിയെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. നക്ഷത്ര പടലം ഉന്മത്തമായി നൃത്തം വയ്ക്കുന്നു. കോസല മന്നൻ ഒരു ഭിക്ഷാംദേഹിയായി നിൽക്കുന്നു. തൻ്റെ സമസ്തവും കൈകേയിക്ക് നൽകാമെന്ന് ദശരഥൻ പറയാനിടയായ സാഹചര്യം എന്ത്? കൈകേയി പ്രേമ പാരവശ്യത്തോടെ ദശരഥനെ സമീപിക്കുമ്പോൾ അവളുടെ കരം ഗ്രഹിച്ചുകൊണ്ട് ദശരഥൻ എന്താണ് പറയുന്നത്? കേശഭാരം അഴിച്ചിട്ട് അലസയായ രാത്രി അവളെ പോലെ നക്ഷത്രേശനെ വിളിക്കുന്നു. കൈകേയി ചോദിക്കുകയാണ്, രാത്രി അവളുടെ സർവവും നക്ഷത്രേശ്വരന് നൽകി, എന്നാൽ നക്ഷത്രേശ്വരൻ തനിക്ക് എന്താണ് നൽകിയത്? അവൾ ആഗ്രഹിച്ചതെല്ലാം എന്നായിരുന്നു ദശരഥന്റെ മറുപടിയെങ്കിലും പടകുടീരത്തിലും ഉദ്യാനവാടിയിലും നിത്യം വാഗ്ദാനങ്ങളല്ലാതെ തനിക്ക് എന്ത് നൽകിയെന്ന് പരിഭവത്തോടു കൂടി കൈകേയി ചോദിക്കുകയാണ് ചെയ്യുന്നത്. അവൾ തന്നോടൊന്നും അഭ്യർത്ഥിച്ചില്ല, എന്നാൽ അഭ്യർത്ഥിച്ചാൽ നൽകുമോ എന്നവൾ ചോദിക്കുമ്പോൾ തൻ്റെ സമസ്തവും നൽകും എന്ന് ദശരഥൻ മറുപടി പറയുകയാണ്. ശിരസിൽ തൊട്ട് സത്യം ചെയ്യാൻ കൈകേയി ആവശ്യപ്പെട്ടപ്പോൾ അതും ദശരഥൻ ചെയ്യുകയാണ്. ഇനിയും എന്താണ് കൈകേയി ആവശ്യപ്പെട്ട വരമെന്നാണ് അടുത്തതായി കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു വരം മാത്രമാണ് അവൾ ആവശ്യപ്പെടുന്നത്. കൗസല്യയുടെ പുത്രൻ അടുത്ത ദിവസം മുതൽ 14 സംവത്സരം കാട്ടിൽ പാർക്കണമെന്ന് കൈകേയി ആവശ്യപ്പെടുന്നു. നീ വിഷം ചേർത്ത മദ്യമാണ്. സന്ദർഭം വ്യക്തമാക്കുക. കൗസല്യയുടെ പുത്രൻ അടുത്ത ദിവസം മുതൽ 14 സംവത്സരം കാട്ടിൽ പാർക്കണമെന്ന് കൈകേയി ആവശ്യപ്പെടുമ്പോൾ ദശരഥൻ നടുക്കത്തോട് അവളെ രാക്ഷസി എന്ന് വിളിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആര്യപുത്ര, ദേവിയും രാക്ഷസിയും ഒന്നല്ലല്ലോ. അവർക്ക് തമ്മിൽ ഒരു നിമിഷത്തിൻ്റെ അകലമെങ്കിലും വേണ്ടതില്ലേ? നിന്റെ ശിരസ് 1000 ശകലങ്ങളായി തെറിക്കട്ടെ, സൂര്യബിംബം തകർന്നുടയട്ടെ, നമുക്ക് ചാഞ്ചല്യമില്ല. ആര്യപുത്രൻ ഇവൾക്ക് 1000 തവണ ഇഷ്ടവരം നൽകി.
ഒരു നിമിഷം മുൻപ് അങ്ങ് സത്യം സത്യം സത്യമെന്ന് മൂന്നുരു പറഞ്ഞു. ഇവളുടെ ശിരസിൽ കൈവച്ച് പറഞ്ഞു, നീ വിഷമാണ്, നീ വിഷം ചേർത്ത മദ്യമാണ്. വിഷം ചേർത്ത മദ്യം ആര്? കേകയപുത്രിയോ, കോസലാധിപനോ? സർവവും സമർപ്പിച്ച കൈകേയിയെ ചാടുവാക്യങ്ങളാൽ മയക്കിച്ചത് ആര്? അങ്ങ് രാജ്യശുൽക്കം പറഞ്ഞതല്ലേ കൈകേയിയെ പരിണയിച്ചത്? എന്നിട്ട് ഗൂഢമായി മറ്റൊരാൾക്ക് രാജ്യം കൈമാറുന്നു. ഇതോ കോസലാധിപന്മാർക്ക് നീതി. തരൂ എൻ്റെ മകൻ്റെ രാജ്യം, കൗസല്യയുടെ പുത്രൻ കാടുവാഴട്ടെ. രൗദ്രത്തോടുകൂടി ദശരഥൻ, ഭയങ്കരീ, നീ മൃത്യുവാണ്. നാം മുത്തുമാലയെ നോർത്തണിഞ്ഞ കാള സർപ്പമാണ്. നിന്റെ സൗന്ദര്യവും അതിൻ്റെ ദുഷ്ടശക്തിയും നിന്നോടുകൂടെ ഒടുങ്ങട്ടെ. ദശരഥൻ കൈകേയിയെ കഴുത്തുഞ്ഞെക്കി കൊല്ലാൻ തുനിയുന്നു. പക്ഷെ കൈകേയിയുടെ കരുണാർദ്രമായ നോട്ടവും അവളുടെ സ്പർശനവും ദശരഥന്റെ കൈകളെ പരിക്ഷീണമാക്കി കളയുന്നു. ദേവിയും രാക്ഷസിയും ഒന്നല്ലല്ലോ എന്നും അവർക്ക് തമ്മിൽ ഒരു നിമിഷത്തിലെങ്കിലും അകലം വേണ്ടതല്ലേ എന്നും കൈകേയി ചോദിക്കുമ്പോൾ കൈകയുടെ ശിരസ് 1000 കഷ്ണങ്ങളായി തെറിക്കട്ടെ എന്നും സൂര്യബിംബം തകർന്നടിഞ്ഞാലും തനിക്ക് ഇളക്കമില്ലെന്നും രോഷാകുലനായിട്ട് ദശരഥൻ പറയുകയാണ്. 1000 തവണ തനിക്ക് ഇഷ്ടവരം നൽകിയതും ഒരു നിമിഷം മുമ്പ് തൻ്റെ ശിരസിൽ കൈവച്ച് സത്യം ചെയ്തതും കൈകേയി ഓർമ്മിപ്പിക്കുമ്പോൾ ദശരഥൻ രോഷത്തോടുകൂടി പറയുകയാണ്, അവളുടെ പ്രേരണയാൽ താൻ തെറ്റുകൾക്ക് വശംവദനാകുന്നു എന്ന അവൾ കാരണം താൻ നശിക്കുന്നുവെന്നും ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ദശരഥൻ കൈകേയിയെ രാക്ഷസി എന്ന് വിളിക്കുകയും വിഷം ചേർത്ത മദ്യമാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുമ്പോൾ വിഷം ചേർത്ത മദ്യം കോസലാധിപനാണെന്ന് തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. സർവവും സമർപ്പിച്ച കൈകേയിയെ ചാടുവാക്യങ്ങളാൽ മയക്കിച്ച് അദ്ദേഹമാണെന്ന് പറയുന്നു. ദശരഥൻ രാജ്യശുൽക്കം പറഞ്ഞ കൈകേയിയെ പരിണയിച്ചത്, എന്നിട്ട് ഗൂഢമായിട്ട് മറ്റൊരാൾക്കത് കൈമാറിയത് കോസലാധിപന്മാർക്ക് ചേർന്ന നീതിയാണോ എന്ന് ചോദിക്കുന്നു. ദശരഥൻ മുൻപ് കൊടുത്ത വാഗ്ദാനത്തിന്റെ പേരിൽ തൻ്റെ മകന് വേണ്ടി കൈകേയി രാജ്യം ആവശ്യപ്പെടുകയാണ്. കൗസല്യയുടെ മകൻ കാടുവാഴണമെന്നും എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ മകന് വേണ്ടി രാജ്യം ആവശ്യപ്പെടുന്ന കൈകേയിയോട് ദശരഥൻ കൈകേയി മൃത്യുവാണെന്നും താൻ മുത്തുമാലയെന്നോർത്ത് അണിഞ്ഞ കാളസർപ്പമാണെന്നും പറയുന്നു. സൗന്ദര്യം അതിൻ്റെ ദുഷ്ടശക്തിയും അവളോടുകൂടെ ഒടുങ്ങട്ടെ എന്നും പറഞ്ഞ് കൈകേയിയെ ഞെക്കിക്കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കൈകേയിയുടെ കരുണാർദ്രമായ നോട്ടം, അവളുടെ സ്പർശനം ഒക്കെ ദശരഥന്റെ കൈകളെ പരിക്ഷീണമാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൈകേയി ചോദിക്കുകയാണ്, ഇതോ ആര്യപുത്രന്റെ കളിത്തോഴിക്ക് ലഭിച്ച സമ്മാനം. ദശരഥൻ പിൻവാങ്ങി, നീയും രാമനുമാണ് നമ്മുടെ സർവസ്വവും. ആര്യപുത്രന്റെ പൊന്നോമനയിൽ പിറന്ന പുത്രനല്ലേ ഭരതൻ. ഭരതൻ ഒരിക്കലും രാജ്യം ചോദിക്കയില്ല. അവൻ ധർമ്മനിഷ്ഠൻ. അവൻ അവകാശപ്പെട്ട രാജ്യം അവൻ്റെ രക്ഷിതാവ് ചോദിക്കുന്നു. നൽകൂ അവന് രാജ്യം. പക്ഷെ നീ ശുൽക്കം ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നാളെ പ്രഭാതത്തിൽ നമ്മുടെ സീമന്തപുത്രന് ആചാര്യവിധിപ്രകാരം യവരാജ്യം നൽകുന്നു. അതിൻ്റെ ഉത്സവം അയോധ്യയിൽ ആരംഭിക്കുന്നു. 4 ദിക്കും പെരുമ്പറകൾ മുഴങ്ങുന്നു. ഈ സന്തോഷം അറിഞ്ഞ് വിടരുന്ന പുഞ്ചിരി നുകരാൻ ഓടിയെത്തിയതാണ് നാം. വർഷർത്തുവിൽ ചാഞ്ചാടുന്ന പുൽത്തഴപ്പുകൾ അറിയുന്നില്ല. അടിയിൽ അഗ്നിശിലാപാളികൾ തകരുന്ന ഘോഷം. രാജാ ദശരഥനും ഒരു പുൽക്കൊടിയും തമ്മിൽ എന്തു ഭേദം? പ്രിയപ്പെട്ട കൈകേയി, നാം ഈ സത്യം എങ്ങനെ പാലിക്കും? തൻ്റെ സത്യം പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ദശരഥൻ പറയുകയാണ്. ഭരതൻ ധർമ്മനിഷ്ഠനാണെന്നും ഒരിക്കലും അവൻ രാജ്യം ചോദിക്കുകയില്ലെന്നും ദശരഥൻ പറയുമ്പോൾ ഭരതന് അവകാശപ്പെട്ട രാജ്യം അവൻ്റെ രക്ഷിതാവാണ് ചോദിക്കുന്നതെന്ന് കൈകേയി പറയുക. അടുത്ത പ്രഭാതത്തിൽ തൻ്റെ സീമന്തപുത്രൻ ആചാര്യവിധി പ്രകാരം യവരാജ്യം നൽകുന്നു. അതിന് ആ ഉത്സവം അയോധ്യയിൽ ആരംഭിച്ചിരിക്കുമ്പോൾ 4 ദിക്കും പെരുമ്പറകൾ മുഴങ്ങുമ്പോൾ ആ സന്തോഷത്തിൽ പങ്കുചേരാനാണ് താൻ ഓടിയെത്തിയതെന്നും കൈകേയി ഇപ്രകാരം ഒരു ശുൽക്കം ആവശ്യപ്പെടുമെന്ന് വിചാരിച്ചില്ലെന്നും ആ സന്തോഷത്തിൽ പങ്കുകൊള്ളാനാണ് താൻ ഓടിയെത്തിയത്. തൻ്റെ സത്യമിനി എങ്ങനെ പാലിക്കും എന്ന് ദശരഥൻ കൈകേയിയോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. സത്യം പാലിക്കാൻ ശിബി സ്വന്തം ശരീരം മുറിച്ച് പരുന്തിന് നൽകി.
അളർക്കൻ കണ്ണ് രണ്ടും ചുരന്നെടുത്ത് അന്ധബ്രാഹ്മണന് നൽകി. ആര്യപുത്രൻ ഒരു വ്യഥയും കൂടാതെ സത്യം പാലിക്കാമല്ലോ. നമുക്കൊരു വ്യഥയും ഇല്ലെന്നോ? സത്യദീക്ഷയിൽ ലഭിക്കുന്ന ചിത്തശാന്തിയിൽ ആ വ്യഥ അരക്ഷണം കൊണ്ട് മാറും. സത്യത്തിൽ ധർമ്മവും അന്തർഹിതമായിരിക്കുന്നു. സത്യം നിത്യമാണ്. ദശരഥ മഹാരാജാവ് സ്വയം ഒരു പുൽക്കൊടിയോട് സാദൃശ്യപ്പെടുത്തുന്നത് എന്തുകൊണ്ട്? രാജ്യശുൽക്കത്തിന്റെ പേരിൽ കൈകേയി ഭരതനു വേണ്ടി രാജ്യം ചോദിക്കുന്നത് ദശരഥനെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട്. സീമന്തപുത്രന് ആചാര്യവിധി പ്രകാരം യവരാജ്യം നൽകാൻ തീരുമാനിക്കുക, അതിൻ്റെ ഉത്സവമായ അയോധ്യയിൽ ആരംഭിക്കുകയും ചെയ്തതിന് ശേഷമാണ് കൈകേയി ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഈ സന്ദർഭത്തിലാണ് താനും ഒരു പുൽക്കൊടിയും തമ്മിൽ ഭേദമില്ലെന്ന് ദശരഥൻ പറയുന്നത്. വർഷർത്തുവിൽ ചാഞ്ചാടുന്ന പുൽത്തഴപ്പുകൾ അടിയിൽ അഗ്നിശിലാപാളികൾ തകരുന്ന ഘോഷം അറിയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പുൽക്കൊടി വളരെ സന്തോഷത്തോടു കൂടി ആടിപ്പാടുമ്പോൾ അടിയിലെ അഗ്നിശിലാപാളികൾ തകരുമ്പോൾ ആ സന്തോഷം അവസാനിക്കുന്നത് പോലെ ദശരഥന്റെ സ്ഥിതിയും അതുപോലെ തന്നെയാണ്. രാമന് യുവരാജ്യം നൽകുന്നതിൽ അത്യധികം മതിമറന്ന് ആഹ്ലാദിക്കുന്നതായിട്ടുള്ള ദശരഥന് കൈകേയിയുടെ ഇടപെടൽ മൂലം ആ സന്തോഷം തകർന്നടിയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് താനും പുൽക്കൊടിയും തമ്മിൽ ഭേദമില്ലെന്ന് ദശരഥൻ പറയുന്നത്. സത്യത്തിൽ ധർമ്മവും അന്തർഹിതമായിരിക്കുന്നു. സത്യം നിത്യമാണ്. സന്ദർഭവും ആശയവും വ്യക്തമാക്കുക. രാമന്റെ യുവരാജ്യാഭിഷേകത്തിന്റെ സന്തോഷത്തിൽ പങ്കുകൊള്ളാനെത്തിയ ദശരഥൻ സത്യം എങ്ങനെ പാലിക്കുമെന്ന് കൈകേയിയോട് ചോദിക്കുമ്പോൾ സത്യം പാലിക്കാനായി ശിബിയുടെയും അടർക്കന്റെയും ത്യാഗകഥ കൈകേയി ദശരഥനോട് പറയുക. ഒരു ദുഃഖവും കൂടാതെ സത്യം പാലിക്കാമെന്ന് അവൾ ദശരഥനെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. തനിക്ക് ഒരു വ്യഥയുമില്ലേ എന്ന ദശരഥന്റെ ചോദ്യത്തിന് സത്യദീക്ഷയിൽ ലഭിക്കുന്ന മനഃശാന്തിയിൽ ആ വ്യഥാര നിമിഷം കൊണ്ട് മാറിപ്പോകുമെന്ന് ഉറപ്പുകൊടുക്കുന്നു. തുടർന്ന് ഇവൾ പറയുന്ന വാക്കാണ് സത്യത്തിൽ ധർമ്മവും അന്തർഹിതമായിരിക്കുന്നു. സത്യം നിത്യമാണ്. സത്യം നടപ്പിലാക്കുമ്പോൾ ധർമ്മവും സ്ഥാപിക്കപ്പെടും. സത്യം എപ്പോഴും ഉള്ളതാണ്. സത്യം എപ്പോഴും വിജയിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് കൈകേയി. ഇവിടെ കൈകേയി ദശരഥനോട് ശിബിരാജാവിൻ്റെയും അളർക്കൻ്റെയും കഥ പറയുകയാണ്. ശിബിരാജാവിൻ്റെ കഥ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ദയാതൽപരനായ ശിബി ചന്ദ്രവംശത്തിൽ പിറന്നതായിട്ടുള്ള ചക്രവർത്തിയായിരുന്നു. ദയയുടെയും ധർമ്മത്തിന്റെയും മനുഷ്യരൂപമായിരുന്നു. ശിബിയെ പരീക്ഷിക്കാനായിട്ട് ദേവേന്ദ്രനും അഗ്നിദേവനും കൂടി വരികയാണ്. അദ്ദേഹത്തിന്റെ ധർമ്മനിഷ്ഠയെ പരീക്ഷിക്കാനാണ് വരുന്നത്. ഭീമാകാരനായ ഒരു കഴുകൻ തന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് അഗ്നിദേവൻ ശിബിയെ സമീപിച്ചു. എന്നാൽ തൊട്ടുപുറകെ ഇന്ദ്രൻ പ്രാവ് തൻ്റെ ആഹാരമാണ്, അതിനെ വിട്ടു നൽകണമെന്ന് പറഞ്ഞിട്ട് ഒരു കഴുകന്റെ രൂപത്തിലെത്തുകയാണ്. തന്നെ അഭയം പ്രാപിച്ച ജീവിയെ ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ ശിബിയോട് എന്നാൽ പ്രാവിന്റെ തൂക്കത്തിൽ ശരീരം നൽകാൻ ആവശ്യപ്പെടുകയാണ്. സ്വന്തം ശരീരം മുറിച്ചു നൽകണം. അത്ര ധർമ്മിഷ്ഠനാണെങ്കിൽ അത് തന്നെ ചെയ്യുകയാണ് വേണ്ടതെന്ന് ഇന്ദ്രൻ അപേക്ഷിക്കുകയാണ്. ഇത് കേട്ട് പ്രാവിനേക്കാൾ രുചിയുള്ള തൻ്റെ ശരീരമാംസം കഴുകന് നൽകിക്കൊടുക്കുന്നതായ ശിബി മഹാരാജാവിനെയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ധർമ്മനിഷ്ഠയെ ഇതുപോലെ ശിബിയെ പോലെ ധർമ്മനിഷ്ഠ പാലിക്കണമെന്നാണ് കൈകേയി ദശരഥനെ ഓർമ്മിപ്പിക്കുന്നത്. കാശി രാജാവായ ധർമ്മിഷ്ഠനായ അളർക്കനെ പരീക്ഷിച്ചതും അഗ്നിദേവനാണ്. കുരുടവേഷം ധരിച്ച് എന്നിട്ട് ഇഷ്ടമുള്ളത് ചോദിക്കാൻ അനുവദിച്ച രാജാവിനോട് അദ്ദേഹത്തിൻ്റെ അക്ഷിദ്വന്ദ്വം ആവശ്യപ്പെടുകയാണ് ചെയ്തത്. 2 കണ്ണുകളും തനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു. താൻ കുരുടനാണ്, അതുകൊണ്ട് അങ്ങയുടെ കണ്ണുകൾ 2 എനിക്ക് നൽകാൻ പറയുകയാണ്. മടി കൂടാതെ തന്നെ അളർക്കൻ സ്വന്തം നയനങ്ങൾ നൽകി എന്നാണ് പുരാണം പറയുന്നത്. അപ്പം ഈ 2 കഥയും കൈകേയി പറയുന്നത് ദശരഥനെ ധർമ്മിഷ്ഠനാക്കുവാൻ വേണ്ടിയാണ്, ധർമ്മം പ്രവർത്തിക്കണം എന്ന് പറയാനായിട്ടാണ്. ഉണ്ണിക്ക് രാജ്യം നൽകാൻ പാടില്ലെന്നാണോ? ദശരഥന്റെ ചോദ്യത്തിന് കൈകേയി മറുപടി പറയുകയാണ്, രാജ്യം ഭരതന്റെയാണ്. പക്ഷെ അയോധ്യയുടെ ഓമനപുത്രൻ എന്തിന് കാട്ടിൽ പാർക്കണം? അച്ഛൻ്റെ സത്യം പാലിക്കാൻ. പ്രിയെ കോസലാധിപനിതാ കുമ്പിടുന്നു.
ആ സത്യത്തിൽ നിന്ന് എൻ്റെ ഉണ്ണിയെ മോചിപ്പിക്കൂ, അവന് യവരാജ്യം ലഭിച്ചു കൊള്ളട്ടെ. ആര്യപുത്രൻ എന്തിന് അധീരനാകുന്നു? എൻ്റെയും അങ്ങയുടെയും ഭരതനോട് അങ്ങയ്ക്ക് പ്രിയമില്ലേ? നാം ഒരു പുത്രന്റെ മുഖം ആദ്യം കണ്ടത് രാമൻ പിറന്നപ്പോഴാണ്. ഈ ജീവിത നെടുമ്പാത നിത്യചക്രവാളത്തിൽ ലയിക്കാറായി. അവസാനത്തെ പടവിലെത്തുമ്പോൾ, പ്രിയപ്പെട്ടവരോട് വിടവാങ്ങുമ്പോൾ ആ മുഖം ഒന്ന് തിരിഞ്ഞു നോക്കാൻ നമുക്ക് കൊതിയാവുകയില്ലേ? ഭരതൻ നാട് വാഴണമെങ്കിൽ ആയിക്കൊള്ളട്ടെ, രാമൻ കാട് വാഴണമെന്ന് എന്തിനു ശഠിക്കുന്നു? രാമൻ കാട് വാണില്ലെങ്കിൽ ഭരതന് നാട് വാഴാനും സാധ്യമല്ല എന്നാണ് കൈകേയി പറയുന്നത്. അപ്പോൾ ദശരഥൻ പറയുകയാണ്, ഭവതിയുടെ പ്രാണാധിനാഥന് ആ ശുൽക്കവും സത്യവും ഇളയ്ക്കാൻ സാധ്യമല്ലേ? അങ്ങയുടെ ഹൃദയേശ്വരിക്ക് വേണ്ടി ഒരു നിസ്സാര ത്യാഗം അങ്ങ് ചെയ്യുകയില്ലേ? മഹാകോസലത്തിന്റെ അധിപൻ കേണിരക്കുന്നു. സൂര്യചക്രം ഉരുളുന്ന കിഴക്ക് ദിക്കെല്ലാം സിന്ധുവും സൗവീര്യവും സൗരാഷ്ട്രവും അംഗവും വംഗവും മഗധവും കാശിയും കോസലവും മത്സ്യദേശങ്ങളും ദക്ഷിണാപഥങ്ങളും നമ്മുടെ രാജ്യമാണ്. അതിൽ ഭവതി ഏതിച്ഛിക്കുന്നുവോ അത് ചോദിച്ചു കൊള്ളുക. കൈകേയി ദൃഢമായി തന്നെ പറയാം, ആര്യപുത്ര, കൈകേയി ജീവിതത്തിൽ മറ്റൊന്നും അങ്ങയോട് അഭ്യർത്ഥിച്ചിട്ടില്ല. ഇതിൽ ഇവൾക്ക് ഇളക്കവുമില്ല. എൻ്റെ പുത്രന് രാജ്യാവകാശമുണ്ട്. ആ അവകാശം ചോദിക്കാൻ എന്തിന് ലജ്ജിക്കണം? ഇല്ല മഹാരാജൻ, ഇവൾക്കിതിൽ മാറ്റമില്ല. രാമനെ കാടുവാഴിക്കാനും ഭരതനെ നാടുവാഴിക്കാനും ഞാൻ 3 യാചിക്കുന്നു. അങ്ങിത് സ്വീകരിച്ചില്ലെങ്കിൽ കൈകേയി അങ്ങയുടെ മുൻപിൽ ജീവൻ ത്യജിക്കും. മഹാവിഷ്ണുവും എല്ലാ വഴിയും അടഞ്ഞ ഈ വനമധ്യത്തിൽ നാം എങ്ങനെ എത്തി? ഇരുളും ക്രൂരസർപ്പങ്ങളുടെ സീൽക്കാരവും മാത്രം. ആപത്തിനെ തരണം ചെയ്യുന്നവനത്രേ മനുഷ്യൻ. തരണം ചെയ്യാനാവാത്ത ആപത്തൊന്നേ ഉള്ളൂ. അത് അവന് ആ മനോഹരമായ പേരും നൽകി. കൈകേയി സ്നേഹവാത്സല്യങ്ങളോട്, പ്രാണേശ, അങ്ങയ്ക്ക് ഇവൾ ശക്തി നൽകാം. ആകാശവും കടലും കരയും സൂക്ഷിക്കുന്ന ലാവണ്യം എല്ലാം അങ്ങയുടെ കാൽക്കൽ ഞാൻ അർപ്പിക്കാം. ദശരഥന്റെ കരം ഗ്രഹിക്കുന്നു. വരൂ, മട്ടുപ്പാവിൽ പള്ളിമഞ്ചത്തിൽ നക്ഷത്രങ്ങൾ മുത്തുമാല കൊരുക്കുന്നു. മാമ്പൂമണം കുടിച്ച പെൺകുയിൽ ഇണയെ കൂട്ടിന് വിളിച്ച് കേഴുന്നു. വരൂ. പ്രേമവിധുരയായി ദശരഥനെ മാടി വിളിച്ചുകൊണ്ട് പുറകോട്ട് നടന്നു മറയുന്നു. ദശരഥൻ നിശ്ചലനായി നിൽക്കുന്നു. നക്ഷത്രഭൂഷണേ രാവേ, നീ പുലരാതിരുന്നെങ്കിൽ. സാവധാനം മഞ്ചത്തിൽ ചാരിക്കിടക്കുകയാണ്. ക്രമേണ രംഗം ഇരുളുകയാണ്. ഒരു പ്രകാശ നാളത്തിൽ സൂത്രധാരൻ തലപ്പാവില്ലാതെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ഈ ജീവിത നെടുമ്പാത നിത്യചക്രവാളത്തിൽ ലയിക്കാറായി. അവസാനത്തെ പടവിലെത്തുമ്പോൾ, പ്രിയപ്പെട്ടവരോട് വിടവാങ്ങുമ്പോൾ ആ മുഖം ഒന്ന് തിരിഞ്ഞു നോക്കാൻ നമുക്ക് കൊതിയാവുകയില്ലേ എന്നാണ് ദശരഥൻ ചോദിക്കുന്നത്. ഈ സത്യത്തിൽ നിന്നും എൻ്റെ ഉണ്ണിയെ ഒന്ന് മോചിപ്പിക്കൂ എന്ന് ദശരഥൻ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട്? രാജ്യം ഭരതൻ്റേതാണെന്ന് കൈകേയി ഉറപ്പിച്ചു പറയുമ്പോൾ അയോധ്യയുടെ ഓമനപുത്രൻ കാട്ടിലെന്തിനാണ് അതുകൊണ്ട് പാർക്കുന്നത് എന്ന് ദശരഥൻ ചോദിക്കുക. അച്ഛൻ്റെ സത്യം പാലിക്കാൻ വേണ്ടി എന്നായിരുന്നു കൈകേയിയുടെ മറുപടി. സത്യത്തിൽ നിന്നും രാമനെ മോചിപ്പിക്കണമെന്നും അവന് യുവരാജ്യം ലഭിച്ചു കൊള്ളട്ടെ എന്നും ദശരഥ മഹാരാജാവ് കൈകേയിയോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ദശരഥൻ കൈകേയിക്ക് നൽകിയ വാഗ്ദാനത്തിൻ്റെ പേരിൽ രാമനെ കാട്ടിലയക്കാനാണ് കൈകേയി ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് തൻ്റെ സത്യത്തിൽ നിന്നും തൻ്റെ പ്രിയ പുത്രനെ മോചിപ്പിക്കാൻ ദശരഥൻ കൈകേയിയോട് ആവശ്യപ്പെടുന്നു. ദശരഥൻ രാമനോടുള്ള പ്രിയത്തിന് കാരണം, ദശരഥൻ്റെ ഒരു പ്രിയം, പ്രത്യേകമായിട്ടുള്ളൊരു സ്നേഹം രാമനോടുണ്ട്. അതിൻ്റെ കാരണമാണ് ചോദിക്കുന്നത്. സത്യത്തിൽ നിന്നും രാമനെ മോചിപ്പിക്കാൻ ആവശ്യപ്പെടുമ്പോൾ കൈകേയിയുടെയും ദശരഥന്റെയും പ്രിയപുത്രനോട് അങ്ങയ്ക്ക് സ്നേഹമില്ലേ എന്നാണ് ചോദിക്കുന്നത്. താൻ ഒരു പുത്രന്റെ മുഖം ആദ്യമായി കണ്ടത് രാമൻ പിറന്നപ്പോഴാണെന്ന് അദ്ദേഹം മറുപടി പറയുക. ജീവിത നെടുമ്പാത നിത്യചക്രവാളത്തിൽ ലയിക്കാറാകുമ്പോൾ, അതിൻ്റെ അവസാന പടിയിലെത്തി നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരോട് വിടവാങ്ങുമ്പോൾ രാമൻ്റെ മുഖമൊന്ന് തിരിഞ്ഞു നോക്കാൻ തനിക്ക് കൊതിയുണ്ടെന്നും ഭരതൻ നാട് വാഴണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, എന്തിനാണ് രാമൻ കാട് വാഴണമെന്ന് ശഠിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് തൻ്റെ രാമനോടുള്ള പ്രിയം എടുത്തു കാണിക്കുകയാണ്. രാമനെ ഒന്ന് കാണാനുള്ള ഭാഗ്യം നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണെന്ന് കൈകേയിയോട് ചോദിക്കുകയാണ്.
ദശരഥൻ കൈകേയിയോട് കേണിരക്കുകയാണ്. എന്താണ് കേണിരക്കുന്നത്? നാട് വാഴണമെങ്കിൽ ഭരതൻ നാട് വാഴ്ന്നുകൊള്ളട്ടെ, എന്നാൽ രാമൻ കാട് വാഴണമെന്ന് എന്തിനു ശഠിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഭരതന് നാട് വാഴാൻ രാമൻ കാട് വാണില്ലെങ്കിൽ സാധ്യമല്ല എന്നാണ് കൈകേയി മറുപടി കൊടുക്കുന്നത്. തനിക്ക് വേണ്ടി ശുൽക്കവും സത്യവും ഇളക്കാൻ ദശരഥൻ കൈകേയിയോട് പറയുകയാണ്. സൂര്യചക്രം ഉരുളുന്ന കിഴക്ക് ദിക്കെല്ലാം സിന്ധുവും അംഗവും വംശവും തുടങ്ങി ദക്ഷിണപദം വരെ തൻ്റെ രാജ്യമുണ്ടെന്നും അതിലേത് താൻ ഇച്ഛിച്ചാലും തനിക്ക് ലഭിക്കുമെന്ന് കൈകേയിക്കറിയാം. അതിലേത് ഇച്ഛിക്കുന്നോ നീ ചോദിച്ചു കൊള്ളുക, നിനക്ക് തരിക. പക്ഷെ രാമനെ കാട്ടിലയക്കുക എന്ന ആവശ്യത്തിൽ നിന്നും പിന്മാറണമെന്നാണ് ദശരഥൻ കൈകേയിയോട് അപേക്ഷിക്കുന്നത്. കൈകേയി ദശരഥന്റെ മുൻപിൽ ജീവൻ ത്യജിക്കുമെന്ന് വരെ പറയും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ താൻ ജീവൻ ത്യജിക്കുമെന്ന് പറയുന്നു. എന്തിനാണ് ജീവൻ ത്യജിക്കുമെന്ന് പറയുന്നത്? ദശരഥന്റെ അധീനതയിലുള്ള കൈകേയി ഇച്ഛിക്കുന്ന ഏത് ദേശവും ഭരതന് നൽകാമെന്ന് ഉറപ്പു കൊടുക്കുന്നുവെങ്കിലും ജീവിതത്തിൽ മറ്റൊന്നും ദശരഥനോട് അഭ്യർത്ഥിക്കുന്നില്ലെന്നും തന്റെ തീരുമാനത്തിന് ഒരിക്കലും ഇളക്കമില്ലെന്നും പറയുകയാണ്. തന്റെ പുത്രൻ രാജ്യ അവകാശം ഉണ്ടെന്നും ആ അവകാശം ചോദിക്കാൻ തനിക്കൊരു ലജ്ജയും ഇല്ലെന്നും രാമനെ കാട് വാഴിക്കാനും ഭരതനെ നാട് വാഴിക്കാനും താൻ 3 ഉരു യാചിക്കുന്നതായിട്ട് പറയുന്നു. 3 പ്രാവശ്യം പറയുന്നതായിട്ട്, 3 പ്രാവശ്യം എനിക്ക് ആവശ്യമുണ്ട്, അത് തന്നില്ല എങ്കിൽ, അത് സ്വീകരിക്കാൻ എനിക്ക് പറ്റിയില്ല എങ്കിൽ ദശരഥന്റെ മുൻപിൽ താൻ ജീവൻ ത്യജിക്കുമെന്ന് കൈകേയി പറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാ വഴികളും അടഞ്ഞതായ ദശരഥൻ വനമധ്യത്തിൽ എത്തിച്ചേർന്നത് ഒരവസ്ഥയിലായിപ്പോയി. ഇരുളും ക്രൂര സർപ്പങ്ങളുടെ സീർക്കാരങ്ങളും മാത്രം കേൾക്കാൻ കഴിയുന്ന ഒരവസ്ഥ. തരണം ചെയ്യാനാവാത്ത ആപത്ത് ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നു. അതുപോലെ തന്നെ കൈകേയി ഈ സമയം സ്നേഹവാത്സല്യത്തോടെ പ്രേമത്തോടുകൂടി ദശരഥനെ ക്ഷണിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. മാമ്പൂമണം കുടിച്ച പെൺകുയിൽ ഇണയെ കൂട്ടിന് വിളിച്ച് കേഴുന്നു എന്ന് പറഞ്ഞ് പ്രേമവിധുരയായിട്ട് ദശരഥനെ മാടി വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. നടന്നു മറയുകയാണ് ചെയ്യുന്നത്. ദശരഥൻ നിശ്ചലനായി അങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് നക്ഷത്രഭൂഷണെ രാവേ നീ പുലരാതിരുന്നെങ്കിൽ എന്ന് ശപിച്ചുകൊണ്ട് സാവധാനം മഞ്ചത്തിൽ ചാരിക്കിടക്കുകയും രംഗം ഇരുളുകയും ചെയ്യുന്നു. ഒരു പ്രകാശനാളത്തിൽ സൂത്രധാരൻ അവിടേക്ക് തലപ്പാവില്ലാതെ പ്രത്യക്ഷപ്പെടുന്നതും കാണാൻ സാധിക്കും. തുടർന്നുള്ള ഭാഗങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.